അസംഷൻ ഇടവക സ്ഥാപിതമായതിന്റെ 150 വർഷങ്ങൾ പൂർത്തിയായതിന്റെ സമാപനാഘോഷങ്ങൾ ആഗസ്റ്റ് 3-ാം തീയതി വൈകിട്ട് 3:30 അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ കാർമ്മികത്വത്തിലുള്ള ദിവ്യബലിയോടെ ആരംഭിച്ചു. പള്ളി അങ്കണത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന് സ്വീകരണം നൽകി. ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയിലെ 150ഓളം പേർ പകർത്തി എഴുതിയ ബൈബിൾ പുതിയ നിയമത്തിന്റെ പകർപ്പുകൾ ആശീർവദിച്ച് അൾത്താരയിൽ സമർപ്പിച്ചു. ഇടവക ജനങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ പകർത്തി എഴുതിയ സമ്പൂർണ്ണ ബൈബിൾ കേന്ദ്ര സമിതി കൺവീനർ ജോയ് ആറ്റുപുറം മേജർ ആർച്ച് ബിഷപ്പിന് കൈമാറി. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വൈദികർ, പുതുക്കാട് ഫൊറോനയിലെ വൈദികർ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. സമാപന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. മുൻ വികാരിയും ഇപ്പോൾ തൃശൂർ അതിരൂപത വികാരി ജനറലുമായിരിക്കുന്ന മോൺസന്യൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഈ വർഷം പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ചാക്കോ നടക്കേവിളിയിൽ, വരാന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കലാപ്രിയ സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ശതോത്തര ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച 4 കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽ ദാനവും ശതോത്തര സുവർണ ജൂബിലി സ്മരണിക പ്രകാശനവും ചടങ്ങിൽ അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നിർവഹിച്ചു. ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ ജൂബിലി സമാപനാഘോഷങ്ങൾ വർണ്ണാഭമാക്കി. വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, ഡിക്കൻ റോണി പാണയങ്ങാടൻ CMI, മദർ സുപ്പീരിയർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ MSMI, കൈക്കാരൻ ലിൻഡോ കൊമ്പൻ, ശതോത്തര കമ്മിറ്റി കൺവീനർ ഡേവിസ് തെക്കുംപുറം, കൈക്കാരന്മാർ, ശതോത്തര സുവർണ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നു.